ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ കരുണയാക്കി മാറ്റി ഒരു നാടിന് മുഴുവൻ മാതൃകയാവുകയാണ് ബാലരാമപുരം സ്വദേശിയായ സജികുമാർ. ബാലരാമപുരം സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള വൃദ്ധ സംരക്ഷണ മന്ദിരത്തിലെ കുടുംബാംഗങ്ങൾക്കായി സ്വന്തം അധ്വാനത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചു നൽകിയ കൂട്ടുകുടുംബം മന്ദിരം നാടിന് സമർപ്പിച്ചു. വലിയ സാമ്പത്തിക പശ്ചാത്തലം ഇല്ലാതിരുന്നിട്ടും ബാങ്ക് വായ്പകൾ അടക്കമുള്ള പ്രതിസന്ധികൾക്കിടയിലും അഗതികൾക്കൊരു തണലൊരുക്കാൻ മുന്നോട്ടു വന്ന സജികുമാറിന്റെ ഈ മഹാമനസ്കത നാടിന്റെ വലിയ ആദരവ് ഏറ്റുവാങ്ങുകയാണ്. ചെറുപ്പകാലത്ത് നേരിടേണ്ടി വന്ന ദാരിദ്ര്യവും ഏറെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളർത്തിയ അമ്മയെ വാർദ്ധക്യത്തിൽ സ്വന്തം ആഗ്രഹത്തിനൊത്ത് പരിചരിക്കാൻ കഴിയാതെ പോയതിന്റെ തീരാവേദനയുമാണ് സജികുമാർ എന്ന സാധാരണ മനുഷ്യനെ ഇത്തരമൊരു മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത്. റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണ രംഗത്ത് കഠിനാധ്വാനം ചെയ്ത് ഉയർന്നു വന്ന സജികുമാറും ഭാര്യ ബോബിയും കുടുംബവും ചേർന്ന് തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നാണ് ഏകദേശം 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഈ മനോഹരമായ അഭയകേന്ദ്രം പണിതു നൽകിയത്. ആശിഷ് കിരൺ, അഭിനാഷ് കിരൺ എന്നിവർ മക്കളാണ്. വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമിയിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ചേർന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നടന്ന ചടങ്ങിൽ കൂട്ടുകുടുംബം മന്ദിരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കോവളം MLA അഡ്വക്കേറ്റ് M വിൻസെന്റിന്റെ സാന്നിധ്യത്തിൽ നടന്നു. സ്വന്തം അധ്വാനം കൊണ്ട് ഇത്തരമൊരു മഹത്തായ നന്മ യാഥാർത്ഥ്യമാക്കിയ സജികുമാറാണ് ഇത് നാടിന് സമർപ്പിക്കാൻ ഏറ്റവും അനുയോജ്യൻ എന്ന് വ്യക്തമാക്കി MLAയുടെ നിർദ്ദേശപ്രകാരം സജികുമാറും കുടുംബവും ചേർന്നാണ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കെട്ടിടം സൗജന്യമായി നിർമ്മിച്ചു നൽകിയ സജികുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഫ്രാബ്സ് പ്രസിഡന്റും സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റുമായ പൂങ്കോട് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫ്രാബ്സ് ജനറൽ സെക്രട്ടറിയും സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ബാലരാമപുരം P. അൽഫോൺസ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഞ്ജിത വിനോദ് കോട്ടുകാൽ, നെയ്യാറ്റിങ്ങര DYSP സ്റ്റുവർട്ട് കീലർ, ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. നവാസ്, നേമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ L. ജോസ്, അന്നംപുണ്യം ചെയർമാൻ അഡ്വക്കേറ്റ് M. വിൻസെന്റ് ഡി പോൾ, SNDP യൂണിയൻ പ്രസിഡന്റ് സുപ്രിയ സുരേന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി പ്രേംരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ S. ബാബു, സുരേന്ദ്രൻ, MS. ഷിബുകുമാർ, ആനി S. വിമൽ, റിട്ടയേർഡ് SI ചന്ദ്രസേനൻ, വൈസ് പ്രസിഡന്റ് H. A. നൌഷാദ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. എല്ലാവരും കുടുംബത്തോടൊപ്പം സമൂഹത്തിലെ ഒറ്റപ്പെട്ടുപോയ ഏതെങ്കിലും കാരണം കൊണ്ട് ഒറ്റപ്പെട്ടുപോയും അവഗണിക്കപ്പെട്ട ആൾക്കാരെ ചേർത്തുകൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ കുടുംബം ആയ അന്നു മുതൽ ഇതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയും ഈ 25 വർഷം കുടുംബമായി 25 വർഷം ആയപ്പോൾ നമ്മുടെ ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു കരുതലായിട്ട് ഒരു കെട്ടിടം വെച്ച് എല്ലാ കാലവും തണൽ കൊടുക്കുന്ന രീതിയിൽ ഒരു സംരംഭമായി മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചത്. ഒരു 25 വർഷം കൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു 15 വർഷം കൂടെ പ്രയത്നിച്ചാൽ മാത്രമേ ഇത് സഫലമാവുള്ളൂ. എന്നാലും ഇനി എത്ര കാലം വേണമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നും ഇത്തരം കാര്യങ്ങളിൽ ഒപ്പം അൽഫോൺസ് ചേട്ടന് ഒരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ കാലവും ഞാനുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം എല്ലാവരും എന്നെ കൂടെ ഒരു പാർട്ട്ണറാക്കിയെന്നല്ല, ശരിക്കും ചേട്ടൻ്റെ സ്വപ്നത്തിനൊപ്പം ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. അല്ലാതെ ഇതിലിപ്പോൾ എൻ്റെ ഒരു മഹത്വമായിട്ട് ഒന്നുമില്ല. ഇതിനകത്ത് ചേട്ടൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഞാൻ ഒരു തടസ്സമൊന്നും പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിൽ ഞാൻ ഒരു രൂപ പോലും ഞാൻ ചിലവാക്കിയിട്ടില്ല. ചേട്ടൻ്റെ ഒപ്പം ഞാൻ നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് ഇതിനകത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ചെയ്തു തരാനായിട്ട് ഭഗവാൻ എനിക്കതിനൊരു തോന്നിച്ചതിനും പിന്നെ ഈ പറയും പോലെ അമ്മമാർക്ക് അച്ഛന്മാർക്കും ഒക്കെ ഒരു വീട് ഇങ്ങനെ നല്ലൊരു വൃത്തിയായിട്ടൊരു വീട് ചെയ്ത് കൊടുക്കാൻ ഞാൻ കൂടെ ഒരു നിമിത്തമായെന്ന് മാത്രമേ ഇതിൽ ഒരു ഇതുള്ളൂ. അല്ലാതെ വേറെ ഇതിനകത്ത് യാതൊന്നും ഇല്ല. എല്ലാം എൻ്റെ ഹസ്ബൻഡ് ഇത് തന്നെയാണ്. ഇതിൽ നമുക്ക് എൻ്റെ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ ഒക്കെ ബാങ്ക് ലോൺ എടുത്തിട്ട് പോലും എൻ്റെ നിന്നൊന്നും എടുക്കാതെയാണ് മനുഷ്യനെല്ലാം ചെയ്തു തീർത്തത്. അപ്പം എൻ്റെ സ്വപ്നത്തിനൊപ്പം കൂടെ നിന്ന് അല്ലാതെ വേറെ ഇതിലൊന്നും ഇതിനൊക്കെ എന്നെയും കൂടെ ഒരു നിമിത്തത്തിലേക്ക് ഭഗവാനോട് അതിനും ഒരു നന്ദിയുണ്ട്. അച്ഛനമ്മമാരുടെ ഈ പ്രായമാകുന്ന ഈ അവസ്ഥ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാവണം, ഇവർക്ക് വേണ്ടി ഒരു
സ്ഥാപനം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു വൃദ്ധസംരക്ഷണ മന്ദിരം ആരംഭിച്ചത്. അവിടെ നമ്മൾ കെയർ സെൻറ്റർ പോലെയാണ്, ഇവർക്കുള്ള എല്ലാ സംരക്ഷണവും ചികിത്സയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയത്ത് നമ്മൾ പല കെട്ടിടങ്ങൾ അന്വേഷിക്കുക തന്നെയും എല്ലാം വാടക കെട്ടിടങ്ങൾ 20,000 രൂപ മാസം വാടക കൊടുത്ത് ജീവനക്കാർ ശമ്പളം കൊടുത്ത് വരുമ്പോഴത്തേക്കും ഈ വെളിയിലുള്ള ആൾക്കാരുടെ സംഭാവനകൾ കുറഞ്ഞതുകൊണ്ടും സഹകരണം കുറഞ്ഞതുകൊണ്ടും ഇത് എപ്പോഴും നിർത്താമെന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്താണ് നല്ല മനസ്സുള്ള എൻ്റെ അടുത്ത് സജീവ് എന്നെ വന്ന് കാണുകയും നിങ്ങൾക്ക് ഒരു പുതിയൊരു കെട്ടിടം പണി തരാം എന്ന് പറയുകയും ചെയ്തു. അത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വിളി കേട്ടതുപോലെയാണ്. അത് പറഞ്ഞെങ്കിൽ തന്നെയും എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം വന്നില്ല. പക്ഷേ ഇന്ന് പൂർണ്ണ വിശ്വാസം വന്നിരിക്കുകയാണ്. ഇന്നൊരു പുതിയ മന്ദിരത്തിലേക്ക് എൻ്റെ സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയിലെ വൃദ്ധ മാതാക്കളെ നല്ല രീതിയിൽ താമസിക്കാനും ഹൈടെക് രീതിയിലുള്ള മുറികളിൽ താമസിപ്പിക്കാനും ഒരു വെളിച്ചം ഉണ്ടാകുന്ന രീതിയിൽ മുറികൾ താമസിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്ന സജിയുടെ കുടുംബത്തിനെയും ഞാൻ നന്ദി പറയുന്നു. ആ കുടുംബത്തിൻ്റെ സജിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സജിയുടെ ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രോത്സാഹനം കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ. പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിത ശൈലി നല്ല രീതിയിൽ അവരുടെ ഭാവിയും നന്നാകുമെന്ന് സർവേശ്വരൻ നല്ല രീതിയിൽ കൊടുക്കുമെന്ന് ഞാൻ ഈ സമയത്ത് വിശ്വസിച്ചുകൊണ്ട് സമ്പന്നർ പോലും ചെയ്യാൻ മടിക്കുന്ന വലിയൊരു നന്മ സ്വന്തം അധ്വാനം കൊണ്ട് സാധ്യമാക്കിയ സജികുമാറിന്റെ ഈ മാതൃകാ പ്രവർത്തനം സമൂഹത്തിന് മുഴുവൻ വലിയൊരു പ്രചോദനമാണ്. GTV ന്യൂസ്, ബാലരാമപുരം.